ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ. ചിക്കൻ ഗോബി മഞ്ചൂരിയൻ ആണ് നമ്മളിന്ന് വെക്കുന്നത്. ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കോളിഫ്ലവർ വെച്ചിട്ടുള്ള മഞ്ചൂരിയൻ ആണെന്ന്. അപ്പം നമ്മൾ ഇന്നത്തെ ഗോബി മഞ്ചൂരി ചിക്കൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചിക്കൻ വെച്ചുള്ള ഗോബി മഞ്ചൂരിയൻ എന്ന് നോക്കാം. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തന്നെ ആവശ്യമായിട്ട് ചിക്കനും കോളിഫ്ലവറും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കം സവാള ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ കൂടി വേണം. കൂടെ തന്നെ സോസ് 3 തരം സോസാണ് വേണ്ടത്. ഡാർക്ക് സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ആണ് കേട്ടോ വേണ്ടത്. പിന്നെ ഓയിലും വേണ്ടി വരും കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇത് നമ്മുടെ കോളിഫ്ലവറും ചിക്കനും വേവിച്ചെടുക്കാനായിട്ടുള്ളതാണല്ലോ. ആദ്യം കോളിഫ്ലവറും ചിക്കനും കൂടി കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ചിക്കനും കോളിഫ്ലവറും കൂടി ഇട്ടെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 400 ഗ്രാം കോളിഫ്ലവറും അതിൻ്റെ ഹാഫായിട്ട് ചിക്കനും ആണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മുടെ കോളിഫ്ലവറും ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇത് വേകുകയും വേണം. അത് മാത്രമല്ല കോളിഫ്ലവറിനകത്ത് ചെറിയ പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ തിളപ്പിച്ച് വേവിച്ച് നമ്മളിത് ഊറ്റി മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനകത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് മൈദ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദയും കൂടെ തന്നെ കോൺഫ്ലവർ പൊടി 1 കപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ വീതം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് മാവ് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായി പോവുകയും വേണ്ട, ഒരുപാട് കുറുകിയും വേണ്ട കേട്ടോ. കുറുകിയാലും കുഴപ്പമില്ല, ഒരുപാട് ലൂസാകാൻ പാടില്ല. നമ്മൾ ഈ ഏത്തയ്ക്കാപ്പമൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കോളിഫ്ലവറും ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് മാവിലൊന്ന് ടിപ്പ് ചെയ്ത് പൊരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോഴത്തേന് കോളിഫ്ലവറും ചിക്കനും മാവിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. 2 സൈഡ് നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം എല്ലാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്നിടം വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം പൊരിച്ച് മാറ്റിയതിന് ശേഷം മറ്റൊരു പാത്രം വെച്ച് അതേ എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും ഓണിയനും ആണ് എടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കം മഞ്ഞയും ചുവപ്പും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ച മാത്രമേ എടുത്തിട്ടുള്ളേ. അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കണേ. ഈ രീതിയിലൊന്ന് വഴിച്ചെടുക്കുക. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എല്ലാ സോസും ഒന്നിച്ചാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 1 കപ്പ് ടൊമാറ്റോ സോസ്, 3 സ്പൂൺ ഡാർക്ക് സോസ്, 3 സ്പൂൺ ചില്ലി സോസ് എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ഗ്രേവി ആണെങ്കിൽ കൂടുതൽ രീതിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനി ഒന്ന് നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് സോസുകളെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബാറ്ററിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ചിക്കനും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് കാരണം ഇതിരിക്കും തോറും പിന്നെയും കുറുകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കറി ലൂസാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല
ടേസ്റ്റ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ ചിക്കൻ ഇടാതെ ഉണ്ടാക്കുമ്പോൾ സാധാ ഗോബി മഞ്ചൂരിയും കൂടെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ, സി യു.